Good afternoon, ma'am. Good afternoon, ma'am. ഇപ്പൊ നിങ്ങള് മെഡിക്കൽ റെക്കോർഡ് എവിടെ വരെ എടുത്തു? വായിച്ചു നോക്കിയായിരുന്നോ? ഓർമ്മയുണ്ടോ? Patient വരെ എടുത്തുണ്ട്. പേഷ്യന്റ് വരെ. ഞാൻ അത് കഴിഞ്ഞിട്ട് എടുത്തിട്ടില്ലേ? പേഷ്യന്റുമാരെ എടുത്തിട്ടുള്ളൂ. അതെ മാം, ഇൻപേഷ്യന്റ് വരെ എടുത്തിട്ടുള്ളൂ. റഫറൻസ് പേഷ്യന്റ് അല്ലെ? എവിടെ വരെയല്ലേ എടുത്തത്? ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഇൻപേഷ്യന്റിലെ റഫറൽ ഓഫ് പേഷ്യന്റ് അല്ലെ? ഉള്ളതൊക്കെ കുറെ ഹിന്ദിയിലാണ്. അപ്പൊ നോക്കാം എന്താണ് റെഫറൽ ഓഫ് പേഷ്യന്റ് വരെ നമ്മൾ കണ്ടു. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഔട്ട് പേഷ്യന്റ് എടുത്തിടത്തോളം വരെ ഓക്കെ അല്ലേ? അല്ലേ? ഓക്കെയാണ് മാം. പേഷ്യൻസ് കഴിഞ്ഞു. ഇനി ഔട്ട് പേഷ്യന്റ് ക്ലിനിക്സ്, ഇതാണ് ഔട്ട് പേഷ്യന്റ് ക്ലിനിക്സിൽ പറയുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ തന്നെ ഒന്ന് ഡിസൈഡ് ചെയ്യണേ. മെഡിക്കൽ കേസ് രജിസ്ട്രേഷൻ വരെ എടുത്തു കഴിഞ്ഞു.
ആണോ? റിലീസ് ഓഫ് ഇൻഫർമേഷൻ തുടങ്ങിയല്ലേ എടുക്കണ്ടേ? അതെ, ക്ലാസ്സിൽ കണ്ടിന്യൂസ് കയറുന്നവരെ ഓർമ്മയുണ്ടോ? ഒരു മിനിറ്റ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെക്കോർഡിക്കലി പേഷ്യന്റ് ഫയൽ മെത്തേഡ് ആൻഡ് സ്റ്റോറേജ് മെഡിക്കൽ റെക്കോർഡ്സ് തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ നോക്കാം എന്താണ് ഫയൽ മെത്തേഡ്സ് ആൻഡ് സ്റ്റോറേജ് അല്ലെ, അതില് നമ്മള് കണ്ടെത്തിയുള്ളതാണ്. ഇനിയിപ്പോ നമ്മളെ എല്ലാ റെക്കോർഡ്സുകളും എല്ലാം ഇതുകളെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കി ഏതൊക്കെ രീതിയിലാണ് അത് കൈകാര്യം ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. ഇനി അത് ഏത് രീതിയിലൊക്കെ ഫയൽ ചെയ്യാം എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിൽ നോക്കുക, റെക്കോർഡ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. There are several types of numbering and filing systems. അതായത് പലതരത്തിലുള്ള രീതിയുണ്ട്. എന്താണ് നമ്മൾ ഇത്തരത്തിലുള്ള റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള രീതിയിലുണ്ട്. അതില് ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്, സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. സെക്കൻഡ് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. ദെൻ സ്ട്രേറ്റ് നമ്പറിംഗ് ഫയലിംഗ്, ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്, മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്. അങ്ങനെ പലതരത്തിലുള്ള നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റംസ് ആണ് ഉള്ളത്. അതില് ഒരു ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സീരിയൽ നമ്പറിംഗ്. അപ്പൊ ഫയൽ ചെയ്യുക എന്ന് പറയുമ്പോൾ ഓരോ റെക്കോർഡ് സൂക്ഷിക്കേണ്ട ഒരു രീതിയെ കുറിച്ചിട്ടാണ്.
ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സീരിയൽ നമ്പറിംഗ് സിസ്റ്റം ആണ്. ഓക്കെ, സീരിയൽ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക എന്താണ് അതിന്റെ ആ ഒരു ടൈംസ് അനുസരിച്ചിട്ട്, അതായത് നോക്കുക എല്ലാം പറഞ്ഞിരിക്കുന്ന രീതി അനുസരിച്ച് നോക്കുക. ഇൻ സീരിയൽ നമ്പറിംഗ് ദ പേഷ്യന്റ് ഈസ് ഗിവൺ എ ന്യൂ നമ്പർ ഫോർ ഈച്ച് ഒക്കേഷൻ ഓഫ് ട്രീറ്റ്മെന്റ് ബൈ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഓക്കെ, ഓരോ ടൈമിലും ഒരു പേഷ്യന്റ് വന്ന് ഡോക്ടറിനെ വിസിറ്റ് ചെയ്യുമ്പോൾ ഒരു നമ്പർ കിട്ടുന്നു. അത് അങ്ങനെ അല്ലെ പല ഇനി നെക്സ്റ്റ് ടൈമിൽ വരുമ്പോഴും അവർക്ക് ഒരു നമ്പർ കൊടുക്കും. ആ ഒരു രീതിയാണ് ഇപ്പൊ നമ്മൾ ആ രീതിയൊന്നല്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. സീരിയൽ നമ്പർ സിസ്റ്റം അനുസരിച്ചിട്ട് സീരിയൽ നമ്പറിംഗ് ദ പേഷ്യന്റ് ഈസ് ഗിവൺ എ ന്യൂ നമ്പർ ഫോർ ഈച്ച് ഒക്കേഷൻ. ഓരോ ഒക്കേഷനിലും അവർക്ക് ഓരോ ന്യൂ നമ്പർ കൊടുത്തിട്ട് അവരുടേതായിട്ടുള്ള ഡീറ്റെയിൽസ് അത് സൂക്ഷിച്ചു വെക്കുന്ന രീതിയാണ്. എന്താണ് അവിടെ 3 different numbers are allotted if a patient is registered 3 times. 3 പ്രാവശ്യം ആ പേഷ്യന്റ് കാണുകയാണെങ്കിൽ 3 പ്രാവശ്യം അവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സീരിയൽ നമ്പർ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. All numbers allotted to a patient are recorded in the master patient index. എല്ലാം തന്നെ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സിന്റെ ഇതില് എല്ലാം തന്നെ അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് എ ന്യൂ നമ്പർ ഇസ് എ പ്രൊവൈഡർ ഫോർ ഈച്ച് ഒക്കേഷൻ ഫോർ സർവീസ്. എ ന്യൂ മെഡിക്കൽ റെക്കോർഡ് ഇസ് ഓൾസോ ഡെവലപ്ഡ്. അതായത് ഒരു പ്രാവശ്യം കാണുമ്പോഴും ഓരോ എന്താണ് മെഡിക്കൽ റെക്കോർഡാണ് അവിടെ സൂക്ഷിക്കുന്നത്. അപ്പൊ ഓരോ നമ്പർ അടിസ്ഥാനത്തിലാണ് അത് സൂക്ഷിക്കുന്നത്. എല്ലാം കൂടി ഒന്നിച്ചല്ല, ഓരോ പ്രാവശ്യം കാണുന്ന അനുസരിച്ച് സൂക്ഷിക്കുന്ന ഒരു രീതിയാണെങ്കിൽ അത് സീരിയൽ നമ്പറിംഗ് സിസ്റ്റം ആണെന്ന് മനസ്സിലാക്കുക. The patient record are filled in as many places in the file as the number of times the patient have received care at the facility. ഓക്കെ, നമുക്കറിയാം. അപ്പോ പലതരത്തില് പല പ്ലേസിലായിട്ടായിരിക്കും അവരവരുടേതായിട്ടുള്ള സീരിയൽ നമ്പർ സിസ്റ്റം അനുസരിച്ചിട്ട് അത് റെക്കോർഡിക്കലി അത് സൂക്ഷിച്ചു വെക്കുന്നത് അല്ലെ. അപ്പൊ അതില് ആ ഒരു രീതി, അതായത് നമുക്കറിയാം ഇപ്പൊ അത് ഫോളോ ചെയ്യാൻ പറ്റുന്ന അല്ലെ ആ ഒരു രീതിയല്ല ഇപ്പൊ നമ്മളെ ഹോസ്പിറ്റലിലൊക്കെ ഫോളോ ചെയ്യുന്നത്. പഴയ കാലഘട്ടത്തിലെ ഒരു രീതിയാണ്. അപ്പൊ എത്ര പ്രാവശ്യം രോഗിയുടെ രേഖകളൊക്കെ ഫയൽ ചെയ്ത് എത്ര തവണ രോഗിക്ക് പരിചരണം ചെയ്തു അല്ലെ എന്നതിനനുസരിച്ചിട്ട് തന്നെ ആ ഫയൽ അത്രയും തന്നെ അവിടെ അവരുടെ സീരിയൽ നമ്പർ അനുസരിച്ചിട്ട് തന്നെ സൂക്ഷിച്ചു വെക്കുന്ന രീതിയാണ്. ഏത് രീതിയാണത്? ഫസ്റ്റ് നമ്പറിംഗ് രീതി, അതായത് സീരിയൽ നമ്പറിംഗ്. ഓക്കെ, സീരിയൽ നമ്പറിംഗ് സിസ്റ്റം ഒക്കെയാണോ? അതായത് എത്ര പ്രാവശ്യം ഡോക്ടറെ വിസിറ്റ് ചെയ്യാൻ വരുന്നു അത്രയും പ്രാവശ്യം അവരുടേതായിട്ടുള്ള ഡീറ്റെയിൽസുകളെല്ലാം കളക്ട് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു രീതിയാണ്. ഓക്കെ, കിട്ടിയോ? ഫസ്റ്റ് സീരിയൽ നമ്പറിംഗ് സിസ്റ്റം അനുസരിച്ചിട്ടുള്ള രീതി, അതായത് ഒരു പ്രാവശ്യം സീരിയൽ നമ്പർ ഒരു പ്രാവശ്യം ഡോക്ടറെ കണ്ട് വിസിറ്റ് ചെയ്തു, അവർക്ക് ഒരു സീരിയൽ നമ്പർ കിട്ടുന്നു, അവരുടേതായിട്ടുള്ള ഡീറ്റെയിൽസ് കാണുന്നു. വീണ്ടും അവരെ വിസിറ്റ് ചെയ്യുമ്പോഴും അവർക്ക് വേറൊരു സീരിയൽ നമ്പർ കിട്ടുന്നു, അതനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് സൂക്ഷിക്കുന്നു. അങ്ങനെ ഒരു രീതിയാണ് സീരിയൽ നമ്പറിംഗ് സിസ്റ്റം. ഇനി യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് എന്താണെന്ന് നോക്കാം. യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗിൽ നോക്കുമ്പോൾ here the patient is allotted a number on the first admission or a visit which is retained for all subsequent admission and treatment. ഒരു നമ്പർ ലഭ്യമാക്കുന്നു. ആ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എല്ലാ പ്രാവശ്യം അവര് അഡ്മിഷന് വരുമ്പോഴും ആ നമ്പറിൽ തന്നെ അല്ലെ ആ ഒരു ഐഡി നമ്പർ തന്നെയായിരിക്കും അവരുടേതായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കീപ്പ് ചെയ്യുന്നത്. Unity numbering provides a single record which is a composite of all data gathered on given patient regardless of the number or type of service provided. Okay, അവിടെ നമ്മൾ കണ്ടു ഏത് തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെ നൽകിയിട്ടുള്ള ആ ഒരു നമ്പറിന്റെ ബേസിൽ തന്നെ അല്ലെ സേവനങ്ങളുടെ എണ്ണമോ തരമോ പരിഗണിക്കാതെ തന്നെ തന്നിരിക്കുന്ന രോഗിയുടെ എല്ലാ കാര്യങ്ങളും ആ ഒരു അവിടെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ തന്നെയും ആ ഒരു നമ്പറിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും എല്ലാം തന്നെ കീപ്പ് ചെയ്തത്. അത് ഏത് ടെസ്റ്റും കാര്യങ്ങളാണെങ്കിലും ഏതൊക്കെ തരത്തിലുള്ള പരിചരണമാണെങ്കിലും ആ ഒരു നമ്പറിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് സൂക്ഷിക്കുന്നത്. The patient total medical record is thus filled as a unit in one folder under one number. അല്ലെ ഒരു ഫോൾഡർ, അതായത് ഒരു ഇതിൽ തന്നെയാണ് ഇതെല്ലാം, ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. ആ നമ്പറിന്റെ കീഴിലാണ് അവരുടേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പരിചരണങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും കീപ്പ് ചെയ്ത് വെക്കുന്നത്. 2 നമ്പർ സിസ്റ്റം നമ്മൾ മനസ്സിലാക്കി. ഒന്ന് സീരിയൽ നമ്പർ സിസ്റ്റമോ, സെക്കൻഡ് ആണ് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ്. ഓക്കെ അല്ലേ? 2 നമ്പർ സിസ്റ്റം ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സ്ട്രീറ്റ് നമ്പറിംഗ് ഫയലിംഗ്. സ്ട്രീറ്റ് നമ്പറിംഗ് ഫയലിംഗ് എന്താണെന്ന് നോക്കാം.
Straight numeric means to the filing of records in accurate chronological order as per to medical record number. Okay, അവിടെ പ്രധാനമായിട്ട് വരുന്നത് ഒരു ക്രമാനുസൃതമായിട്ടുള്ള രീതിയിൽ മെഡിക്കൽ റെക്കോർഡ് നമ്പറിൽ സൂക്ഷിക്കുന്ന ഒരു രീതിയാണ് സ്ട്രേറ്റ് ന്യൂമറിക് നമ്പറിൽ വരുന്നത്. ആ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ records consequently numbered appear in sequence on the 5 steps. The following 4 medical records would be filled as 1 2 3 4 1 2 1 2 3 4 1 3 then 1 2 3 4 1 4 1 2 3 4 1 5. അവിടെ എന്താണ് ഒരു വ്യത്യാസം കാണാനായിട്ട് ഫീൽ ചെയ്യാനായിട്ട് തോന്നിയത്? തീർച്ചയായിട്ടുള്ള നമ്പറുകളാണ് ലാസ്റ്റ് ഇതിൽ വരുന്നത് അല്ലെ? 12 കഴിയുമ്പോൾ 13, 13 കഴിയുമ്പോൾ 14, 14 കഴിയുമ്പോൾ 15. ലാസ്റ്റ് 2 ഡിജിറ്റ് അങ്ങനെ ഒരു വേരിയേഷൻ കാണുന്നില്ലേ? ഇല്ലേ? അപ്പൊ ആ രീതിയിൽ അവരുടേതായിട്ടുള്ള റെക്കോർഡിക്കലായിട്ടുള്ള അല്ലെ ക്രമാനുസൃതമായിട്ട് അവർക്ക് ഒരു പ്രാവശ്യം കാണുമ്പോൾ ആ നമ്പർ ഇപ്പൊ 1 2 3 4 ഒക്കെയാണ്. അതിനോടൊപ്പം തന്നെ 12, നെക്സ്റ്റ് 13, നെക്സ്റ്റ് 14, നെക്സ്റ്റ് 15 അല്ലെ? ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ക്രമാനുസൃതമായിട്ടുള്ള രീതിയിൽ തുടർച്ചയായിട്ടുള്ള സീരിയൽ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ റെക്കോർഡുകൾ സൂക്ഷിച്ചു വെക്കുന്ന രീതിയാണ്. ഇറ്റ് ഈസ് ഈസി ടു പുൾ എനി നമ്പർ ഓഫ് റെക്കോർഡ്സ് എന്താണ് കോൺസിക്വന്റ്ലി നമ്പേർഡ് ഫ്രോം ദ ഫയൽ ഫോർ എനി പർപ്പസ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്താണ് എന്തെങ്കിലും പർപ്പസ് അല്ലെ ഇന്ന ഡേറ്റിൽ കണ്ട രണ്ടാമത്തെ ഇതിലെ രീതിയിൽ കണ്ട എന്നുള്ള രീതിയിൽ തന്നെ അവർക്ക് എന്താണ് അത് പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്തിട്ട് മനസ്സിലാക്കി എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ? ഇറ്റ് ഈസ് ഈസി ടു പുൾ എനി നമ്പർ ഓഫ് റെക്കോർഡ്സ് കോൺസിക്വന്റ്ലി നമ്പേർഡ്. ഓക്കെ, അവിടെ തൽഫലമായിട്ട് തന്നെ ആ നമ്പർ ചെയ്ത് വെക്കുന്നത് കൊണ്ടാണ് അവർക്ക് നേരെ എളുപ്പം വലിച്ചെടുത്ത് കാര്യങ്ങളൊക്കെ പരിശോധിക്കാനായിട്ട് സാധിക്കുന്നത്. സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗില് എന്താണ് അവിടെ ഒരു ലാസ്റ്റ് അല്ലെ ലാസ്റ്റ് ഡിജിറ്റ്സുകൾക്ക് ഒരു വേരിയേഷൻ സംഭവിക്കുന്നുണ്ട്. അവിടെ എന്താണ് ഓർഡർ ആയിട്ട് തന്നെ റെക്കോർഡിങ്ങില് ഒരു ചേഞ്ചസ് ലാസ്റ്റ് 2 ഡിജിറ്റിന് കൊടുത്തിട്ടാണ് അത്തരത്തിലുള്ള റെക്കോർഡ്സുകളൊക്കെ സൂക്ഷിച്ചു വെക്കുക. നെക്സ്റ്റ് നോക്കാനുള്ളത് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ആണ്. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗിൽ എന്താണെന്ന് നോക്കാം. Terminal digit filing is a simple and exact filing method. Like which method is a simple and exact filing method? Terminal digit filing method. Usually a 6-digit number is used as divided with a hyphen into 3 parts, each part generally containing 2 digits. ഇതില് ടെർമിനൽ ഡിജിറ്റ് സിസ്റ്റം അനുസരിച്ചിട്ട് എത്ര നമ്പർ ഉണ്ടാവുക, എത്ര ഡിജിറ്റ്സ് നമ്പർ ഉണ്ടാവുക? 6 ഡിജിറ്റ് നമ്പർ ആണ് ഉണ്ടാവുക. അതിന് 3 പാർട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോന്നിലും 2 പാർട്ട് വീതമായിട്ടുള്ള നമ്പറുകളുണ്ട്. ഓരോന്നിലും 2 ഡിജിറ്റ് നമ്പറുകൾ വെച്ച് 3 പാർട്ട് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. മൊത്തം എത്ര ഡിജിറ്റ് ഉണ്ട്? 6 ഡിജിറ്റ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, 6 ഡിജിറ്റ് ആണ് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. 3 ഭാഗങ്ങളായിട്ടാണ്. ഓരോ ഭാഗത്തിലും 2 ഡിജിറ്റ് വീതമുണ്ട്. The primary digits are the last 2 digits on the right hand side of the number. The secondary digits are the middle digit and the tertiary digits are the first 2 on the left side of the number. Okay, അവിടെ നിങ്ങളുടെ TW ആയിരിക്കും അല്ലെ? TW ആണോ? ചേഞ്ച് ചെയ്ത് തരാം കേട്ടോ അങ്ങനെയാണെങ്കിൽ. ഇപ്പൊ അവിടെ ഓക്കെ ഒന്ന് മാറ്റിയത് TWO ആണ്. ഓക്കെ, അവിടെ നോക്കാം. ആ ഡിജിറ്റ് എഴുതിയിട്ടുണ്ട് നോക്കാം. 6 ഡിജിറ്റ് നമ്പർ ആണെന്ന് പറഞ്ഞു. 3 പാർട്ടായിട്ടാണ് പറഞ്ഞു. 2 ഡിജിറ്റ്സ് വെച്ചിട്ടാണെന്ന് പറഞ്ഞു. അതില് പ്രൈമറി ഡിജിറ്റ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് ഇവിടെ താഴെ തന്നിരിക്കുന്ന എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഫസ്റ്റ് ഇപ്പൊ ഒരു 15 എന്താണ് 34 56 ഈ ഒരു ഇതാണ് എടുക്കണമെങ്കിൽ 5 6 അതിനെ നമ്മൾ പ്രൈമറി ഡിജിറ്റ് എന്ന് പറയും. പ്രൈമറി ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ് റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ നമ്പർ എന്നാണെങ്കിൽ അതിന് നോക്കാം പ്രൈമറി ഡിജിറ്റ്സ് എന്ന് പറയും.
primary digits are the last two digits on the right hand side of the number. Right hand, right side il കാണുന്ന 56 ആണ് primary digit number എന്ന് പറയുന്നത്. Then next the secondary digits are the middle digits. Middle digits ആയിട്ടുള്ള 34 ആണ് secondary. നിങ്ങൾ വേണമെങ്കിൽ അത് ഓർക്കാൻ വേണ്ടിയിട്ട് primary key first letter ആയ P കൊടുക്കുക. 56 ന്റെ മുകളിൽ secondary key എന്താണ് നമ്മൾ എന്താ കൊടുക്കുക S കൊടുക്കുക. Tertiary എന്ന് പറയുന്നത് first 2 digit ആണ്, അതായത് 15. അതാണ് T അല്ലെ, T റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ TSP അങ്ങനെ വരും. 50 എന്ന് പറയുമ്പോൾ ടെർഷ്യറി ഡിജിറ്റ്, സെക്കൻഡറി എന്ന് പറയുമ്പോൾ 34, 56 പ്രൈമറി ഡിജിറ്റ്. ഓക്കെ, 6 ഡിജിറ്റ് നമ്പർ ആണ് ഇതിലുണ്ടാവുക. അതില് നമ്മൾ പറഞ്ഞു ഓരോ വിഭാഗങ്ങളായിട്ട് 3 വിഭാഗങ്ങളുണ്ട്, ഓരോന്നിനും 2 ഡിജിറ്റ് വീതമാണ്. അതിന്റെ നമ്പർ സിസ്റ്റം വരുന്നത് ടെർഷ്യറി, then എന്താണ് സെക്കൻഡറി, then പ്രൈമറി, അങ്ങനെയാണ് അതിന്റെ ഇതിൽ വരുന്നത്. ഓക്കെ, അതാണ് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് എന്ന് പറയുന്നത്. ഇനി മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് എന്താണെന്ന് നോക്കാം. ഇതിലെ മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് നോക്കുമ്പോൾ it is a substitute of a terminal digit filing. Okay, അതിന് പോലെ തന്നെയുള്ള ഒരു ഡിജിറ്റ് ഫയലിംഗ് സിസ്റ്റം തന്നെയാണ് ഇതിലും പറയുന്നത്. Here are the primary, secondary and tertiary digits are in a different position. ആ പൊസിഷനിൽ ഒരു വേരിയേഷൻ വരുത്തിയിട്ടുണ്ട്. Middle parts of digits are the primary digits. Okay, ഇവിടെ നിങ്ങൾ നേരത്തെ നോക്കിയപ്പോ എന്തെങ്കിലും ഒരു വേരിയേഷൻസ് കണ്ടായിരുന്നോ? അതായത് ഇവിടെ 34 56 ലാസ്റ്റ് വരുന്ന ഡിജിറ്റ്സിനല്ല ഫസ്റ്റ് ചേഞ്ചസ് വരുന്നത്. ഫസ്റ്റ് അല്ലെ ഈ പറയുന്ന ടെർഷ്യറിക്കാണ് ചേഞ്ചസ് വരുന്നത്. 12, 13, 14, 15 അങ്ങനെയാണ് പോകുന്നത്. ഇവിടെ നമുക്ക് നോക്കാം എന്താണ് പ്രത്യേകത എന്നുള്ളത് നോക്കാം. ഇതാണ് here the primary, secondary and tertiary digits are in a different position. Middle parts of the digits are the primary digits. Middle parts നെ എന്താ പറയുന്നത്? Primary digits എന്ന് പറയുന്നത്. നമ്മൾ കണ്ട ഫസ്റ്റ് ഈ ഭാഗം അല്ലെ, അതിനെയാണ് ഇവിടെ പ്രൈമറി ആക്കി വെച്ചിരിക്കുന്നത്. then വീണ്ടും എന്താണ് ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം പറയുന്നത് the digits of the left are the secondary digits. Secondary digits എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതാണ്. ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതാണ്. ഇപ്പൊ 46, 68, 96 എങ്കിൽ സെക്കൻഡറി എന്ന് പറയുന്നത് ഏതാണ്? 46 അല്ലെ. പ്രൈമറി എന്ന് പറയുന്നത് എന്താണ്? 68. then tertiary എന്ന് പറയുന്നതാണ് 96. and the digits on the right and are the tertiary digits. ഇവിടെ വേരിയേഷൻ എന്താണ് വന്നേക്കണേന്ന് നോക്കാം. ഇവിടെ വേരിയേഷൻ വന്നേക്കുന്നത് 96, 97, 98, 99 അല്ലെ. അതിനല്ലേ വേരിയേഷൻ വന്നേക്കുന്നത് ആണോ? വേരിയേഷൻ എന്തിനാ വന്നേക്കുന്നത്? ടെർഷ്യറിക്ക് തന്നെയാണ് വേരിയേഷൻ വന്നേക്കുന്നത്. പക്ഷെ ടെർഷ്യറി എന്നുള്ള ആ ഒരു ഡിജിറ്റ് സിസ്റ്റം എവിടേക്ക് വന്നപ്പോ മാറിയിട്ടുണ്ട് അല്ലെ. അതാണ് ഈ ഒരു മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് സിസ്റ്റത്തിന് വന്നേക്കുന്ന വേരിയേഷൻ. ഓക്കെ അല്ലേ? അത് ഓരോ ഇതനുസരിച്ചിട്ടാണ് റെക്കോർഡിക്കലി അത് കീപ്പ് ചെയ്യുന്നത്. നമുക്കറിയാം സൗകര്യാർത്ഥം അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, റെക്കോർഡ്സിൽ സൗകര്യാർത്ഥം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയൊക്കെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ആ ഒരു ഡിജിറ്റ് ഫയലിംഗ് സിസ്റ്റം എന്താണെന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയോ? സീരിയൽ നമ്പറിംഗ് സിസ്റ്റം ഉണ്ട്, യൂണിറ്റ് നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റം ഉണ്ട്, സ്ട്രീറ്റ് നമ്പറിംഗ് ന്യൂമറിക് ഫയലിംഗ് സിസ്റ്റം ഉണ്ട്. അതില് പ്രത്യേകിച്ച് ഇങ്ങനെ 3 വിഭാഗങ്ങളാക്കിയൊന്നും തിരിച്ചിട്ടില്ല സ്ട്രീറ്റ് ന്യൂമറിക് ഫയൽ സിസ്റ്റത്തില്. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗില് നമ്മൾ 3 വിഭാഗങ്ങളാക്കി തിരിച്ചിട്ടുള്ള കാര്യമാണ് കണ്ടത്. ഡിജിറ്റ് ഫയലിംഗ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു ചെറിയ വേരിയേഷൻ കൂടെ വരുന്നു. ക്ലിയർ ആണോ? അപ്പോ ഇതിലൊക്കെ ജസ്റ്റ് ഈ ഇതുകൾക്കൊക്കെ ഒരു ഇതുകൾ അല്ലെ, DSP എന്നൊക്കെ ഉള്ളത് അങ്ങനെയൊക്കെ ഒരു വേരിയേഷൻ ഉള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഏതാണ് ലെഫ്റ്റ് സൈഡ് ഏതാണ് റൈറ്റ് സൈഡ് എന്നൊക്കെ ഉള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കും. ഓക്കെ, ക്ലിയർ ആണോ?
ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണ് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഏത് ഡിജിറ്റ് രീതിയിലാണ് എന്നുള്ളത്, അതിന്റെ ഫസ്റ്റ് ഡിജിറ്റിന്റെ എന്താണ് മിഡിൽ ഡിജിറ്റ് ഏതാണെന്നുള്ള രീതിയിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അധികം കൈകാലത്ത് പഠിക്കണം എന്നില്ല, ഓർമ്മയിൽ വെച്ചാൽ മതി. എന്തായാലും എക്സാമ്പിൾ സംഭവങ്ങളും തരില്ല. അപ്പൊ നമുക്കറിയാം ഒക്കെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ് അല്ലെ. പണ്ട് കാലത്തെ റെക്കോർഡിക്കലി ഇങ്ങനെ നമ്മൾ മാനുവലായിട്ട് കീപ്പ് ചെയ്യുന്ന രീതിയൊക്കെ മാറി അല്ലെ, ഇപ്പൊ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന രീതിയാണ്. സിസ്റ്റത്തിന്റെ ആ യൂട്ടിലൈസേഷൻ അനുസരിച്ചിട്ടുള്ള വേരിയേഷൻസ് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഫോർമാറ്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ ഇതേമാതിരി തന്നെ ഇതിന്റെ രീതികളൊക്കെ ഇവിടെ വീണ്ടും കുറച്ച് അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നോക്കുക, ടൈപ്സ് ഓഫ് ഫോർമാറ്റ്സ്, സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്. ഇതൊക്കെ ജസ്റ്റ് ആ അബ്രിവേഷൻ ഒക്കെ മസ്റ്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്യുക. ഇത് എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. SOMR അല്ലെ, അതിന്റെ സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. ബ്രാക്കറ്റിന്റെ ബാലൻസ് ആണ് അവിടെ കിടക്കുന്നത്. SOMR മാത്രമേ ഉള്ളൂ. ദെൻ പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, POMR. ഇതെല്ലാം നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. PMR എന്താണ് കാര്യങ്ങൾ നോക്കാനുണ്ട്. എന്താണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. Then medical record is arranged in sections in accordance with the patient record department with the provided the care and the data. Okay, ഓരോ രീതികളാണ്. സോഴ്സ് ഓറിയന്റഡ് ആണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, സോഴ്സ് എവിടെ നിന്നാണെന്നുള്ള ഒരു രീതി അനുസരിച്ചിട്ടുള്ള റെക്കോർഡിംഗിൽ അത് സൂക്ഷിക്കുന്നത്. പ്രോബ്ലം ഓറിയന്റഡ് ആണെങ്കിലും അതനുസരിച്ചിട്ട് അല്ലെ, അവിടെ എന്താണ് പ്രശ്നത്തിന്റെ നിരീക്ഷണ അടിസ്ഥാനത്തിലൊക്കെയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത്. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുമ്പോൾ സംയോജിതമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മെഡിക്കൽ റെക്കോർഡ് സൂക്ഷിക്കുന്നത്. Then medical record is arranged in sections in accordance with the patient's care departments with which provides the care and the data. Okay, നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു SOMR-ന്റെ ഒരു ഇതാണ് എന്താ പറയുന്നത്, നിങ്ങളുടെയിലും ഒരു ചെറിയ വേരിയേഷൻസ് വരുത്തിയിട്ടുണ്ടോ? അതായത് SMR എന്താന്നുള്ളതാണ് ഇവിടെ കൃത്യമായിട്ട് ഇവിടെ നിർവചിച്ചിരിക്കുന്നത്. മെഡിക്കൽ റെക്കോർഡ് ഈസ് അറേഞ്ച്ഡ് ഇൻ സെക്ഷൻസ് in accordance with the patient care departments which provide the care and the data, hence the name source oriented medical record. Okay, ഇവിടെയും തന്നിരിക്കുന്നതില് നിങ്ങളുടെ ബുക്കിൽ കറക്റ്റ് ചെയ്തിട്ട് തന്നെയാണോ തന്നേക്കുന്നത്? ഡാറ്റ വരെയല്ല, മെഡിക്കൽ റെക്കോർഡ് വരെ. മെഡിക്കൽ റെക്കോർഡ് ഈസ് അറേഞ്ച്. അപ്പൊ ഞാൻ എത്രയും പെട്ടെന്ന് ഇന്നത്തേക്കും തിരുത്തിയിടാൻ തന്നെ. അത് ബേസിക്കലി എന്തോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിരിക്കുന്നതാണ്. ഓക്കെ, അത് നോട്ട് ചെയ്യുക. എന്താണ് SOMR അല്ലെ? SOMR മെഡിക്കൽ എന്താണ് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? മെഡിക്കൽ റെക്കോർഡ് ഇസ് അറേഞ്ച്ഡ് ഇൻ സെക്ഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പേഷ്യൻസ് കെയർ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ നമ്മള് ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, കാർഡിയോളജി വിഭാഗത്തിലൊക്കെ പരിശോധിക്കുന്നവരുണ്ടാവും. ഉണ്ടാവില്ലേ? നമ്മുടെ രോഗാവസ്ഥ അനുസരിച്ചിട്ട് അവിടെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾ പരിശോധിക്കും അല്ലെ. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ചിട്ട് തന്നെ അവരുടെ സോഴ്സുകൾ അതനുസരിച്ചിട്ട് തന്നെ മെഡിക്കൽ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് വിശേഷിപ്പിക്കും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഫോംസ് അല്ലെ. അവിടെ നോക്കുകയാണെങ്കിൽ ഫോംസ് ആർ ഓർഗനൈസ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ടു ഡേറ്റ്. നമുക്കറിയാം മനസ്സിലമായിട്ട് ഡേറ്റ് അനുസരിച്ചിട്ടാണ് അത് ക്രമീകരിക്കുന്നത്. Usually the record is arranged in a reverse chronological order at the nursing station. അതായത് നമുക്കറിയാം അവിടെ ആദ്യം പരിശീലിക്കുന്നതനുസരിച്ചിട്ട് തന്നെയായിരിക്കും റെക്കോർഡുകൾ കീപ്പ് ചെയ്ത് പോകുന്നത്.
So the most information is at the front and the oldest information is the back of the each section. Okay. പറയാം അപ്പൊ ഏറ്റവും ടോപ്പിൽ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കറന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളായിരിക്കും അല്ലെ. ഏറ്റവും ഫസ്റ്റില് നമ്മൾ അഡ്മിഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ആദ്യമായുള്ള കാര്യങ്ങളായിരിക്കും ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്നത്. ഓൾഡസ്റ്റ് കറക്റ്റ് ആയിട്ടുള്ളത്. സോ ദ മോസ്റ്റ് ഇൻഫോർമേഷൻ ഇസ് ദ ഫ്രണ്ട് ആൻഡ് ഓൾഡ് ഇൻഫോർമേഷൻ. ഏറ്റവും ടോപ്പില് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആയിരിക്കും. ഓൾഡ് താഴെയുള്ളതിന് പഴകിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതല്ല ഏറ്റവും പഴകിയ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആയിരിക്കും കീപ്പ് ചെയ്യുക. Then record is recognized after the patient is discharged. Okay, നമ്മൾക്കറിയാം അത് ഡിസ്ചാർജിന് ശേഷം ഇതെല്ലാം തന്നെ കുറെ ക്രമീകരിച്ചിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഏത് രീതിയിലാണ് SOMR രീതിയിലുമാണ് ഇവിടെ നമ്മൾ ജസ്റ്റ് കണ്ടത്. ഓക്കെ, SOMR എന്ന് പറയുമ്പോൾ സോഴ്സ് ഓറിയന്റഡ്. നമ്മൾ 3 കാര്യങ്ങളാണ്, 3 തരത്തിലുള്ള ടൈപ്പുകളാണ് പഠിക്കേണ്ടത്. ഒന്ന് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, സെക്കൻഡ് വൺ പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, ദെൻ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. അങ്ങനെ 3 തരത്തിലുള്ള ടൈപ്സ് ഓഫ് ഫോർമാറ്റ്സുകളാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ SOMR രീതിയിലുള്ളതാണ്. അതായത് സോഴ്സ് ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ടാണ് റെക്കോർഡിക്കലി ഇൻഫോർമേഷൻസ് ഒക്കെ സൂക്ഷിച്ചു വെക്കുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും ഫസ്റ്റ്ലി എന്താണ് ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഏറ്റവും ടോപ്പിൽ വരുന്നത്. ഓൾഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. ദെൻ എന്താണ് ഡിസ്ചാർജിന് ശേഷം എല്ലാം ഇത് ക്രമീകരിച്ചിട്ട് തിട്ടപ്പെടുത്തിയിട്ട് സൂക്ഷിക്കുന്ന ഒരു രീതി തന്നെയാണ് എന്തെന്ന് പറയുന്ന മെഡിക്കൽ റെക്കോർഡ് ഈ ഒരു രീതി ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അതിന്റെ അഡ്വാൻറ്റേജസ് ആണ് നെക്സ്റ്റ് നോക്കാറുള്ളത്. അപ്പൊ ഇത് ഏതൊക്കെ രീതിയാണെന്നുള്ളത്, അതായത് ഇതിന്റെ അബ്രിവേഷൻ തന്നിട്ട് അത് ചെയ്യാനായിട്ട് റെസ്പോണ്ട് ചെയ്യാനായിട്ടുണ്ടാവാം. അതോടൊപ്പം തന്നെ എന്താണ് ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണെങ്കിൽ അത് ഏത് രീതിയിലുള്ള മെഡിക്കൽ റെക്കോർഡാണ് എന്നുള്ള കാര്യം ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. ഓക്കെ, സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് ക്ലിയർ ആയോ? ഓക്കെയാണോ? ഇതിൽ ഇനി ഇമ്പോർട്ടൻറ്റുകൾ കുറച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചൊന്ന് നോട്ട് ചെയ്യാം. ക്ലിയർ ആക്കിയോ? ഇതിന്റെ അല്ലെ പ്രധാനമായിട്ടും ഉള്ള അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. Advantages of SOMR: organizes reports from each source together, making it easy to decide the assessment, treatment and observation particular department provide. Okay, ഒരു ഡിപ്പാർട്ട്മെന്റ് എന്താണ് പ്രൊവൈഡ് ചെയ്തത്, അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള ശുശ്രൂഷയാണ് എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്തു, അതൊക്കെ വിലയിരുത്താനായിട്ട് ഈസിലി തന്നെ അല്ലെ പെട്ടെന്ന് തന്നെ ആ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ട് എല്ലാ ഡീറ്റെയിൽസും ഒന്നിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വിലയിരുത്താനായിട്ട് എളുപ്പമാണെന്നുള്ളതാണ് SOMR-ന്റെ ആ രീതി കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ്. പക്ഷെ അതിന് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം നോക്കാം, നോട്ട് പോസിബിൾ ടു റാപ്പിഡ്ലി ഡിസൈഡ് ഓൾ ദ പേഷ്യൻസ് പ്രോബ്ലംസ് ആൻഡ് ട്രീറ്റ്മെന്റ്സ് ബീയിങ് given for the patients at a given time, as the data from different departments are arranged in sections and not in accordance with the problems of the patients or integrated in time sequence. അതായത് ഒരു നമുക്കറിയാം, ഒരു ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുന്ന ന്യൂറോളജി സെക്ഷനിൽ ഒരു അപ്പോയിന്റ്മെന്റ് ചിലപ്പോൾ എടുത്ത വ്യക്തിക്ക് ചിലപ്പോൾ വേണമെങ്കിൽ കാർഡിയോളജി വിഭാഗത്തിനും കുഴപ്പമുണ്ടാവാം അല്ലെ എന്തെങ്കിലും. അപ്പൊ ആ ഡോക്ടറെ കാണേണ്ടതുണ്ട്. അപ്പൊ ഓരോരോ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ടാണ് അവർ സൂക്ഷിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു രോഗിയുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഒറ്റയടിക്ക് നമുക്ക് നോക്കി കണ്ടെത്താനായിട്ട് സാധിക്കില്ല അല്ലെ. ബുദ്ധിമുട്ടായിരിക്കില്ലേ? ഒറ്റയടിക്ക് നോക്കി കണ്ടെത്താൻ സാധിക്കുമോ? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിലാണ് ഇല്ല അല്ലെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരു രോഗിയാവുമ്പോൾ വ്യത്യസ്ത രോഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ അവിടെ വിവിധ ഡിപ്പാർട്ട്മെന്റിലാണ് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുകയെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് രോഗിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അത് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് POMR.
ഓക്കെ, POMR വഴി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് പ്രധാനമായിട്ടും പറയുന്നത്? ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എ ലോറൻസ് എന്ന വീട്, അദ്ദേഹമാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. Provide a systematic method of documentation to reflect the logical thinking on the part of the physician controlling the care of a patient. Okay, അവിടെ പേഷ്യന്റിന്റെ കെയറുമായി ബന്ധപ്പെട്ട് അല്ലെ, അവിടെ തീർച്ചയായിട്ടും എന്താണ് പേഷ്യന്റിന്റെ കെയറുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ അവിടെ എന്താണ് പേഷ്യന്റിന് ഏതൊക്കെ തരത്തിലുള്ള രീതിയിൽ അല്ലെ, അവിടെ തീർച്ചയായിട്ടും ഏത് രീതിയിലുള്ള കാര്യങ്ങളാണ് കൊടുത്തത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പ്രൊവൈഡ് സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഡോക്യുമെന്റേഷൻ, അതിന്റെ ശാസ്ത്രീയ അടിസ്ഥാനത്തിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് അല്ലെ. ഒരു നല്ല രീതിയിലുള്ള എന്താ പറയുക, സാധാരണ രീതിയിലുള്ള ക്രമീകരണമല്ല, ഒരു ലോജിക്കലായിട്ടുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഫിസിഷ്യൻ അതിന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു വെക്കുന്നത്. The physician explains and follows each clinical problems individually and organize them for the solutions. ഓരോ പ്രോബ്ലംസ് എന്താണ് ഉണ്ടായിരുന്നത്, ആ പ്രോബ്ലംസ് എങ്ങനെയാണ് അത് ഓവർകം ചെയ്തത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി ഒന്നിച്ച് കൈകാര്യം ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത് POMR വഴി സൂക്ഷിച്ചു വെക്കുന്നത് അല്ലെ. അതിന് 4 ബേസിക് പാർട്ടാണ് ഇതിനുള്ളത്. അതുകൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. അതിൽ പറയുന്നത് ഫസ്റ്റ് ഡാറ്റാ ബേസ്, then problem list, initial plans and progress notes. അതില് എന്താണ് നമ്മൾ കണ്ടത്, ഡാറ്റാബേസ്. അപ്പൊ ഓരോ കാര്യത്തിനെ കുറിച്ചിട്ടും എല്ലാ ഉള്ളടക്കങ്ങളും ഒന്നിച്ച് സൂക്ഷിക്കുന്ന ഒരു രീതിയാണ് അല്ലെ. അപ്പൊ അതില് 4 കാര്യങ്ങളുണ്ട്, ജനറലി 4 പാർട്സ് ഉണ്ട്. അതപ്പോ മനസ്സിലാക്കി തന്നെ പഠിക്കുക. POMR ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ലോറൻസ് വീടാണ്. അതില് 4 പാർട്ടുകളാണ് പ്രധാനമായിട്ടുള്ളത്. അതിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡാറ്റാബേസ്, ദെൻ സെക്കൻഡ് പാർട്ട് പ്രോബ്ലം ലിസ്റ്റ്, ഇനീഷ്യൽ പ്ലാൻസ് ആൻഡ് പ്രോഗ്രസ് നോട്ട്സ് ആണ് ഇതിലുള്ളത്. ദെൻ എന്താണ് അവിടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് എന്ന് പറയുന്നത് POMR മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ ഡാറ്റാബേസിൽ എന്താണ് എടുത്ത് പറയുന്നത്? മിനിമം സെറ്റ് ഓഫ് ഡാറ്റ ടു ബി ഗോട്ട് ഓൺ എവരി പേഷ്യന്റ്. ഒരു പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള മിനിമം സെറ്റ് ഓഫ് ഡാറ്റാസ് അല്ലെ, അത്യാവശ്യം ആവശ്യമായിട്ടുള്ള എല്ലാ ഡാറ്റകളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ദാറ്റ് ഇൻക്ലൂഡ് ചീഫ് കംപ്ലൈന്റ് അല്ലെ, എന്ത് പ്രോബ്ലം ആയിട്ടാണ് പേഷ്യന്റ് ഡോക്ടറെ കാണാനായിട്ട് വന്നത്, അതിന്റെ പ്രധാനപ്പെട്ട കംപ്ലൈന്റ് എന്താണ്, പ്രസന്റ് ഇൽനെസ് ഇപ്പൊ നിലവിലുള്ള അവസ്ഥ എന്താണ്, പേഷ്യന്റ് പ്രൊഫൈൽ ആൻഡ് അസോസിയേറ്റഡ് സോഷ്യൽ ഡാറ്റാസ്. ഓക്കെ, പേഷ്യന്റിന്റേതായിട്ടുള്ള പ്രൊഫൈൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിന്റെ സോഷ്യൽ ഡാറ്റാസ് എന്നൊക്കെ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അല്ലെ, വ്യക്തിയുമായി ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറെ ഡാറ്റാസ്, പാസ്റ്റ് ഹിസ്റ്ററി ആൻഡ് റിവ്യൂസ് ഓഫ് സിസ്റ്റംസ്. അതായത് ഇപ്പൊ ഷുഗർ പേഷ്യന്റ് ആണോ, പ്രഷർ പേഷ്യന്റ് ആണോ, അതുമായി ബന്ധപ്പെട്ട അവലോകനങ്ങളൊക്കെ എങ്ങനെയാണ്, അതിങ്ങനെ ഇന്ന ടൈമിലൊക്കെ ഉണ്ടായിരുന്നിട്ട് ഓവർകം ചെയ്യാൻ പറ്റി, ഇന്ന മെഡിസിൻസ് എടുത്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ. ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് ഡിഫൈൻഡ് കണ്ടന്റ്. ശാരീരിക ചെക്കപ്പും കാര്യങ്ങളൊക്കെ എക്സാമിൻ ചെയ്തിട്ട് എന്താണ് അതിന്റെ ഉള്ളടക്കങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ബേസ് ലൈൻ ലബോറട്ടറി ഡേറ്റാസ് അല്ലെ, അവിടെ ബേസ് ആയിട്ടുള്ള ഒരു എന്താണ് HB കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ലബോറട്ടറി ഡാറ്റാസ്, ഇതെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡാറ്റാബേസ് ഇതിനോടൊപ്പം ഉണ്ടായിരിക്കും. ദെൻ പ്രോബ്ലം ലിസ്റ്റ്. അപ്പൊ നമ്മൾ ഫസ്റ്റ്ലി എന്താണ് ജനറലി 4 പാർട്സുകൾ ഉണ്ട് എന്ന് പറയുന്നു ഈ ഒരു ഡാറ്റാസ് കീപ്പ് ചെയ്യപ്പെട്ട്. അപ്പൊ അവിടെ ഡാറ്റാബേസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാം. എത്ര പാർട്സുകൾ ഉണ്ടെന്നുള്ള ചോദ്യം ഉണ്ടാവാം, അത് ഏതൊക്കെ പാർട്സ് എന്നുള്ള രീതിയിലുള്ള ചോദ്യം ഉണ്ടാവാം. ദെൻ പ്രോബ്ലം ലിസ്റ്റിൽ എന്താ പറയുന്നത്, ഇറ്റ് ഈസ്
contained on a form placed in the front of the record. Okay. അവിടെ നമുക്കറിയാം ഒരു ഫോം ഉണ്ട് അല്ലെ, റെക്കോർഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫോം ഉണ്ട്. അപ്പൊ അതിൽ എന്താ പറയുന്നത്, ഈ ഫോമില് എന്തൊക്കെ കാര്യങ്ങൾ ഇത് ഫ്രണ്ട് ഓഫ് ദ റെക്കോർഡില് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രോബ്ലംസ് ആർ എനിത്തിങ് ദാറ്റ് നീഡഡ് മാനേജ്മെന്റ് ഓർ ഡയഗ്നോസ്റ്റിക് വർക്കപ്പ് including medical, social, economic and demographic problems past and present. Okay, ഇതിൽ എല്ലാ തരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ രോഗിയുടെ പുനഃസ്ഥാപിച്ചിരിക്കുന്ന ഫോമിലാണ് ഇത് അടങ്ങിയിരിക്കുന്നത്. അതിന്റെ ഫോമില് കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ടുള്ള പ്രോഗ്രാം ലിസ്റ്റിൽ എല്ലാം തന്നെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിലെന്താണ് സോഷ്യൽ ആൻഡ് എക്കണോമിക്, സാമ്പത്തിക വശങ്ങൾ, ഡെമോഗ്രഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തന്നെ അതിലെടുത്ത് പറയുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഏജും ഏത് പ്ലേസിൽ നിന്ന് വരുന്ന അങ്ങനെയൊക്കെയുള്ള ഡെമോഗ്രഫിക് ആയിട്ടുള്ള ഗ്രാഫിക് ആയിട്ടുള്ള കാര്യങ്ങള്, പാസ്റ്റ് ആൻഡ് പ്രസന്റ് നിലവിലുള്ള അവസ്ഥയും അല്ലെ പാസ്റ്റില് ഉണ്ടായിരുന്ന അവസ്ഥയും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള ലിസ്റ്റ് ഫോമില് തന്നെ കൊടുത്തിട്ടുണ്ട്. The list must form of the problems at the level of a physician's apprehension of a particular problem. അല്ലെ, അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സ്ഥിരീകരണം അല്ലെ, അവിടെ ഓരോന്നിന്റെയും ഒരു അഫർമേഷൻ എന്ന് വെച്ചാൽ ഒരു കൺഫർമേഷൻ അവിടെ വേണം അല്ലെ. എന്താണ് ഏത് ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഫിസിഷ്യൻ എന്താണ് ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട ഫിസിഷ്യന്റെ ധാരണ എന്താണ്. ഓക്കെ, ഇത് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായത് ഫിസിഷ്യൻ എന്ത് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അല്ലെ, അതിനെ കുറിച്ചിട്ടുള്ള ഒരു അവലോകനം അവിടെ ഉണ്ടാവാം. That problem list may contain a statement of a abnormal finding, psychological detection or a specific diagnosis. Okay, അദ്ദേഹത്തിന്റെ അടിസ്ഥാനത്തില് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തില് എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള കണ്ടെത്തലുകൾ ഉണ്ടായോ, സൈക്കോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡിറ്റക്ഷൻസുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും രോഗനിർണയം കണ്ടെത്തിയോ അല്ലെ. അപ്പൊ അവിടെ ഡോക്ടറിന്റേതായിട്ടുള്ള നിലപാടുകൾക്ക് അനുസൃതമായിട്ടുള്ള ഡീറ്റെയിൽസ് അവിടെ ഇൻക്ലൂഡാവും. ഓക്കെ, ആദ്യം തന്നെ അവർക്ക് ഫോമാറ്റിലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ട്. ഡെമോഗ്രഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, എക്കണോമിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, പാസ്റ്റ് പ്രസന്റ് ആയിട്ടുള്ള ഇല്ലസ് കാര്യങ്ങളെല്ലാം അവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്താണ് പർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് വീണ്ടും എന്താണ് പ്രോബ്ലം ലിസ്റ്റിൽ ഉൾപ്പെടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അബ്നോർമൽ ആയിട്ട് എന്തെങ്കിലും കണ്ടെത്തിയോ, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡിറ്റക്ഷൻ നടത്തിയിട്ട് എന്തെങ്കിലും കണ്ടെത്തിയോ, സ്പെസിഫിക് ഡയഗ്നോസ് ചെയ്ത് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള രോഗനിർണയം നടത്തിയോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുന്നു. Then additions and changes are made in the list since new problems are identified and active problems are resolved. Okay, വീണ്ടും നമ്മൾ അഡീഷൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അല്ലെ പുതിയ പ്രശ്നങ്ങൾ തിരിച്ചറിയുകയും നിലവിലുള്ളതിന് പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചു അല്ലെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെയാണ് അഡീഷണൽ ആയിട്ടുള്ള ചേഞ്ചസിൽ ഉൾപ്പെടുത്തി കൊടുക്കുന്നത്. അഡീഷൻസ് ആൻഡ് ചേഞ്ചസ് ആർ മെയ്ഡ് in the list since new problems അല്ലെ ആ ഒരു ലിസ്റ്റിൽ എന്തൊക്കെയാണ് പുതിയ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, ആക്റ്റീവ് പ്രോബ്ലംസ് എന്തെങ്കിലും റിസോൾവ് ആയോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറയുന്നു. Then problems are marked dropped or resolved. അതില് അല്ലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് വെച്ച് അല്ലെ ഒഴിവാക്കപ്പെട്ടതുണ്ടോ അല്ലെങ്കിൽ പരിഹരിക്കപ്പെട്ടതുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ പ്രത്യേകം മാർക്ക് ചെയ്തുകൊണ്ട് കാണിക്കുന്ന ഒരു ബോഡിയും അതിൽ ഉൾപ്പെടുന്നു. അപ്പൊ പ്രോബ്ലംസ് ലിസ്റ്റ് എല്ലാം ഉണ്ട്. ഏതൊക്കെ പ്രോബ്ലംസ് ആണ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹിസ്റ്റോറിക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർക്കുണ്ടായിരുന്ന ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള മാറ്റേഴ്സ് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെ ഡോക്ടറിന്റെ ഒബ്സർവേഷനുമായി ബന്ധപ്പെട്ട് ഉള്ള മാറ്റേഴ്സ് അവിടെ ഉൾപ്പെടുന്നു. പിന്നെ എന്തെങ്കിലും ഇത്തരത്തിൽ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അല്ലെ എന്തെങ്കിലും മാറ്റങ്ങൾ വിധേയമാക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പോയോ പുതിയതായിട്ട് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്ത് വന്നോ, അപ്പൊ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ അതിൽ ഉൾപ്പെടും. ഇതിലാണ് അതെല്ലാം ഉൾപ്പെടുന്നത് പ്രോബ്ലംസ് ലിസ്റ്റിൽ. ഓക്കെ, ഇപ്പൊ പ്രോബ്ലംസ് ലിസ്റ്റ് കണ്ടു. നമ്മൾ അതേമാതിരി തന്നെ ഡാറ്റാബേസ് കണ്ടു അല്ലെ. ഡാറ്റാബേസിൽ നമ്മൾ എന്തൊക്കെ കണ്ടത്? സോഷ്യൽ ഡാറ്റ, പാസ്റ്റ് ഹിസ്റ്ററി ആൻഡ് റിവ്യൂ ഓഫ് സിസ്റ്റം, ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് ഡിഫൈൻഡ് കണ്ടന്റ് ആൻഡ് ബേസ് ലൈന്, ലബോറട്ടറി ഡാറ്റാസ് ഒക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയത്. പിന്നെ എന്താണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്? ഇനീഷ്യൽ പ്ലാൻസ് ആണ്.
കണ്ടിന്യൂ ചെയ്തോട്ടെ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? കണ്ടിന്യൂ ചെയ്തോട്ടെ? ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ഇനീഷ്യൽ പ്ലാൻസിൽ എന്താ പറയുന്നത്? ഇത് എക്സ്പ്ലെയിൻ വാട്ട് വിൽ ബി ഡൺ ടു ലേൺ മോർ അബൌട്ട് ദ പേഷ്യൻസ് കണ്ടീഷൻ, treat the condition and instruct the patient about the condition. ഓക്കെ, ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റ് അഡീഷണൽ ആയിട്ട് ലഭ്യമാക്കാമോ, അല്ലെ? രോഗിയുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് കൂടുതലായിട്ട് അറിയാൻ, അല്ലെങ്കിൽ രോഗാവസ്ഥയിലെ ചികിത്സാ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ അഡീഷണൽ ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെ? അതേമാതിരി തന്നെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് പേഷ്യന്റുമായി ബന്ധപ്പെട്ട് ലഭ്യമാക്കാനായിട്ട് സാധിക്കുമോ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. Condition doubted or not to be ruled out or not noted in the initial plan. Okay, അവിടെ ഇനീഷ്യൽ പ്ലാനില് ഡൗട്ട് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അവിടെ കൃത്യമായിട്ട് തന്നെ എന്താണ് നോട്ട് ചെയ്ത് കാണിക്കണം. അത് റൂളിന്റെ അല്ലെ ഇന്ന കാര്യങ്ങൾ. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ അത് പ്രോബ്ലംസ് ഇന്ന പ്രോബ്ലംസ് എന്നൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ അല്ലെ ഡോക്ടേഴ്സിന് കൂടുതൽ എന്താണ് ഡൗട്ട് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തുകൊണ്ട് തന്നെ അതിൽ ഉൾപ്പെടുത്തുന്ന രോഗിയുടെ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഡൗട്ട് ചെയ്തിട്ട് തന്നെ കാണിക്കണം. എന്താണ് കണ്ടീഷൻസ് ഡൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒഴിവാക്കി പോകാം. Specific plans for each programs are categorized into more information for diagnosis management ruled out. ഇനി ചില പ്രോബ്ലംസ് വേണമെങ്കിൽ കാറ്റഗറൈസ് ചെയ്ത് അല്ലെ പ്രഷറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഷുഗറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും കാറ്റഗറൈസ് ചെയ്തിട്ട് കൂടുതൽ ഇൻഫോർമേഷൻസിന് വേണ്ടിയിട്ട് ഡയഗ്നോസിസ് മാനേജ്മെന്റ് അല്ലെ രോഗനിർണയത്തിനൊക്കെ വേണ്ടിയിട്ട് അത് കാറ്റഗറൈസ് ചെയ്ത് കാണിക്കുക. Then therapies, treatment of drugs, procedures and course. തെറാപ്പി അതായത് ഇത് മരുന്നുകൾ കൊടുക്കുന്ന മരുന്നുകളോ അല്ലെങ്കിൽ നടപടിക്രമങ്ങളോ ഒക്കെയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഉള്ള ഡീറ്റെയിൽസുകൾ കാണിക്കുക. പേഷ്യന്റ് എഡ്യൂക്കേഷൻ, പിന്നെ പേഷ്യന്റിന്റെ ആ ഒരു കുറിച്ചിട്ടുള്ള തരത്തിലുള്ള അറിവുകളും അവലോകനങ്ങൾ അല്ലെ ഇത്രയും വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്നുള്ളതുള്ള രീതിയിലുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളെല്ലാം ഉൾപ്പെടുത്തുന്നതാണ് ഇനീഷ്യൽ പ്ലാൻസ്. ഓക്കെ, നമ്മള് കുറച്ചും കൂടി എന്താണ് മുൻതൂക്കം അല്ലെ പ്രാരംഭ പദ്ധതികൾ എന്നുള്ള രീതിയിലാണ് ഇതിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ. അപ്പൊ കുറച്ചും കൂടി ഇന്ന കാര്യങ്ങൾ അല്ലെ ഇന്ന കണ്ടീഷൻസ് ഉണ്ട്, ഇന്ന ട്രീറ്റ്മെന്റുകളുടെ ഒരു പക്ഷെ ആവശ്യകതകൾ ഉണ്ടായേക്കാം എന്നുള്ളൊരു അസംഷനിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലേക്ക് വരുന്നത്. പ്രോഗ്രസ് നോട്ട്. പ്രോഗ്രസ് നോട്ടിൽ നമ്മൾ കാണുന്നത് ഫോളോ അപ്പ് ഫോർ ഈച്ച് പ്രോബ്ലംസ്. ഓരോ പ്രോബ്ലത്തിനും ഫോളോ അപ്പ് ഉണ്ടായിരിക്കുക. ഈച്ച് നോട്ടീസ് preceded by number and title of the part, then programs and contains any SOP. Okay, അപ്പൊ അതില് എന്താണ് ഓരോ ഗ്രൂപ്പിന് മുമ്പായിട്ട് ആർട്ട് പ്രശ്നത്തിന്റെ അല്ലെ നമ്പർ ശീർഷമൊക്കെ അവിടെ ഉണ്ടായിരിക്കണം, ടൈറ്റിൽ ഉണ്ടായിരിക്കണം. then എന്താണ് അതിൽ തന്നെ നമ്പർ അല്ലെ ഓരോ പ്രശ്നവും നമ്മൾ കാണിക്കുമ്പോഴും നമുക്ക് ഒരുപാട് ഒരു രോഗിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ അക്കം വിട്ട് അതിന്റെ ടൈറ്റിലോട് കൂടി ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ മാതിരി ഷുഗർ പേഷ്യന്റ് ആണെന്നൊക്കെ ഒരു ടൈറ്റിലോട് കൂടിയിട്ട് അതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിരിക്കുന്ന ഡീറ്റെയിൽസുകളൊക്കെ കൊടുക്കുക അല്ലെ. ഓരോന്നിനും സെപ്പറേറ്റ് തന്നെ എന്താ ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് നെക്സ്റ്റ് പറയുന്നത് SOAP. എന്താണ് SOAP-യുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്. എന്താണ് SOAP എന്ന് പറയുന്നത്? അതായത് ഇവിടെ ജസ്റ്റ് നോക്കാം. SOAP-നെ കുറിച്ചിട്ടൊരു ചെറിയൊരു ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. നമുക്ക് എല്ലാം എടുത്ത് തിരിക്കണമെന്നില്ല. ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് SOAP. അത് കുറച്ചു കൂടുതൽ വിവരിക്കേണ്ടതുണ്ട്. എന്നാലും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അതായത് SOAP എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് പ്രിസീഡിംഗ് നോട്ട് ബൈ എനി ഓർ ഓൾ ദ ഫോളോയിങ് എലമെന്റ്സ് ആണ് ഇതിന് വരുന്നത്. അതായത് സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്, അസസ്മെന്റ്, എന്താണ് പ്രോഗ്രസ് അല്ലെ റൈറ്റിംഗ് ദ പ്രോഗ്രസ് നോട്ട്. ഇതാണ് ഈ ഒരു SOAP-നെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അത് എസ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്, O റെപ്രസെന്റ് ചെയ്യുന്നത് എന്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് വിവരിച്ച് പഠിക്കാറുണ്ട്. ഓക്കെ, ലാസ്റ്റ് ഭാഗം നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ഡേ എടുക്കാം. ഓക്കെ, ഇന്ന് നമ്മളെടുത്തോട്ട് ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഈ ഭാഗത്ത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിക്കുന്നുണ്ടോ? POMR എന്താണ്, അതേമാതിരി തന്നെ SOMR എന്താണ്, അപ്പോൾ അത് മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അതേമാതിരി തന്നെ കൂടുതൽ നമ്മൾ കണ്ടു POMR-മായി ബന്ധപ്പെട്ടാണ് കൂടുതൽ ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത്. SOMR ജസ്റ്റ് മനസ്സിലാക്കേണ്ടതാണ് ഏത് രീതിയിലാണെന്നുള്ളത്. അത് കറക്റ്റ് ചെയ്തില്ലേ? പോയിന്റുകളൊക്കെ ബുള്ളറ്റൊക്കെ എടുത്ത് മാറ്റി എന്താണ് SOMR എന്നുള്ളതൊക്കെ കറക്റ്റ് ചെയ്തോ? സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡാണ്. എന്താ പറയുന്നത്? സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. മെഡിക്കൽ റെക്കോർഡ് is arranged in sections in accordance with the patient care departments which provide the care and the data. ഇതുവരെയാണ് എന്താണ് നമ്മള് hence the name source oriented medical record വരും. മാം ഈ നമ്പറിംഗ് സിസ്റ്റം അത് ഇതാണോ, ഇമ്പോർട്ടന്റ് ആണോ? സ്റ്റേറ്റ് ന്യൂമറിക് ഫില്ലിംഗ് എന്നൊക്കെ ഉള്ളത് ടെർമിനൽ ഇതിന്റെ ഇത് ഏത് ഡിജിറ്റ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് റയറായിട്ട് കാണാറുണ്ട്. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ല. നിങ്ങൾ ആ ജസ്റ്റ് ആ ഒരു ഇത് മനസ്സിലാക്കി വെക്കുക. സെക്കൻഡറി ഡിജിറ്റ് എവിടെയാ വരുന്നത്, ടെർഷ്യറി ഡിജിറ്റ് എവിടെയാ വരുന്നത്, പ്രൈമറി ഡിജിറ്റ് എവിടെയാ വരുന്നത്. ഓക്കെ. മിഡിൽ ഡിജിറ്റ് ഫയറിംഗ് സിസ്റ്റത്തില് എവിടെയാ വരുന്നത്, ടെർമിനൽ ഡിജിറ്റ് സിസ്റ്റത്തില് അത് എവിടെയാ വരുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലാക്കി കാണും. 6 ഡിജിറ്റ് ആണ് ഉള്ളത്. 3 ടേംസ് ആയിട്ടാണ് അതിന് വേരിയേഷൻ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ഇതിലും ഓരോ ഭാഗത്തിലും 2 ഡിജിറ്റ് വീതമാണ് നമ്പർ ഉള്ളതെന്നൊക്കെയുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ മാം. വേറെന്തെങ്കിലും? ഓക്കെ, അതുമായി ബന്ധപ്പെട്ട നമുക്ക് ടെസ്റ്റില് ഞാൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കൊരു ഇതായിട്ട് തരാം. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത്. എന്തായാലും വായിച്ചിട്ട് വരിക. നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് ഇത്തിരി ഭാഗമുള്ളൂ. ഈ ചാപ്റ്റർ നമുക്ക് എടുത്തു തുടങ്ങാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.